2020 ഡിസംബർ മാസം 20 അന്നത്തെ ദിവസം രാത്രി മിസൗറി സംസ്ഥാനത്തിലെ ഇടതൂർന്ന കാടുകൾക്കിടയിൽ നിന്നും ഒരാൾ 911 എന്ന അടിയന്തര നമ്പറിലേക്ക് വിളിച്ചു. അയാളുടെ ശബ്ദം ഭയപ്പെടുത്തുന്ന വിധത്തിൽ ശാന്തമായിരുന്നു. ഇങ്ങനെയായിരുന്നു ജെയിംസ് മാസ് എന്ന ആ വ്യക്തി പറഞ്ഞത്. യാതൊരു വികാരവുമില്ലാതെ പോലീസ് പെട്ടെന്ന് തന്നെ അകലെയുള്ള ആ കാടിനുള്ളിലെ വീട്ടിൽ എത്തുമ്പോൾ അവരെ കണ്ണീരിലാഴ്ത്തിയ ഒരു ദൃശ്യമാണ് അവിടെ കാത്തിരുന്നത്. ബെന്റൺ കൗണ്ടിയിലെ ഷെരീഫ് എറിക് നോക്സ് വർഷങ്ങളായുള്ള അന്വേഷണ പരിചയമുള്ള ഒരു പോലീസ് ഓഫീസറായിരുന്നു. അദ്ദേഹം പിന്നീട് ഈ കേസിനെ കുറിച്ച് പറഞ്ഞത്, ഞാൻ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ കുറ്റകൃത്യമെന്ന്. അന്വേഷണ സംഘത്തിലെ മുഴുവൻ പേരും കണ്ണീരോടെയായിരുന്നു ആ വീട് വിട്ടത്. ചെറിയൊരു ബെഡ്റൂമിന്റെ നിലത്ത് ഒരു പിങ്ക് ബ്ലാങ്കറ്റിനടിയിൽ അത്രയും നിരപരാധിയായി, അത്രയും ബാല്യസുലഭമായ ഒരു ചെറിയ മൃതശരീരം. 4 വയസ്സുകാരിയായ ജെസിക്ക മാസ്. അവളുടെ കണ്ണുകൾ വീർപ്പുമുട്ടിയ നിലയിൽ തുറന്നിരിക്കുകയായിരുന്നു. കഴുത്തിൽ നിന്നും കാലുവരെയും മുഴുവൻ ശരീരവും മുറിവുകളും നീല, പച്ച, കറുപ്പ് നിറത്തിലുള്ള പാടുകൾ കൊണ്ട് മൂടിയിരുന്നു. ചെരുപ്പടിയേറ്റതിന്റെ വ്യക്തമായ അടയാളങ്ങൾ, പൊള്ളലുകൾ, തുറന്ന മുറിവുകൾ. ഫോറൻസിക് വിദഗ്ധർ അതിനെ അവളുടെ പീഡകരുടെ ഒപ്പെന്നാണ് വിശേഷിപ്പിച്ചത്. പക്ഷെ അവളുടെ ശരീരത്തിന് പുറത്തല്ല, ശരീരത്തിനുള്ളിൽ അതിലും ഇരുണ്ട ഒരു രഹസ്യമുണ്ടായിരുന്നു. അന്വേഷണത്തിൽ പിന്നീട് അറിയാൻ സാധിച്ചത്, ജെസിക്കയെ അത്യന്തം ക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്ന്. ഒരു കുട്ടി എന്ന നിലയിൽ ആരും സഹിക്കാനാകാത്ത വേദന. ഇതാണ് ജെസിക്ക എന്ന 4 വയസ്സുകാരിയുടെ കഥ. ഒരിക്കലും അവസാനിക്കാത്ത പീഡനങ്ങൾക്കുള്ളിൽ ജീവിച്ചിരുന്ന ഒരു കുഞ്ഞിന്റെ കഥ. വാരങ്ങളോളം 4 മുതിർന്നവർ, 2 പേർ മാതാപിതാക്കളും 2 പേർ അയൽക്കാരും ഭൂതങ്ങളെ പുറത്താക്കുക എന്ന പേരിൽ ഒരു 4 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ചു. അവർ പരസ്പരം മാറി മാറി പുതിയ പീഡന മാർഗങ്ങൾ കണ്ടുപിടിച്ചു. അവളെ അടിച്ചു, തണുത്ത വെള്ളത്തിൽ തള്ളിയിട്ട് മുക്കി, അവളുടെ ശരീരത്തെയും ആത്മാവിനെയും തകർത്തു. ജെസിക്കയുടെ മാതാപിതാക്കൾ പോലും തങ്ങളുടെ ആത്മീയ നേതാക്കളുടെ നിയന്ത്രണത്തിൽ സ്വന്തം മകളുടെ മരണത്തിൽ പങ്കാളിയായി. ഒരാളും അവളെ രക്ഷിച്ചില്ല, ഒരാളും പോലീസിനെ വിളിച്ചില്ല, ഒരാളും അവളെ മറച്ചുവെക്കാൻ ശ്രമിച്ചില്ല. ജെസിക്ക മാസ് എന്ന 4 വയസ്സുകാരിയുടെ വളരെ വേദനാജനകമായ ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ജെസിക്കയ്ക്ക് എങ്ങനെ എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾ അറിയുന്നതിന് മുൻപ് നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നമ്മുടെ ചാനൽ ഇത് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഴിയുന്നത്ര ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓരോ ഷെയറും മറ്റൊരു കുട്ടിയുടെ ജീവിതം രക്ഷിക്കാനുള്ള ഒരു അവസരമായേക്കാം. ഈ കഥ നമ്മുടെ ചാനലിലെ മറ്റുള്ളവയെ പോലെ ആയിരിക്കില്ല, വളരെ വ്യത്യസ്തമായിരിക്കും. മനക്കട്ടിയുള്ളവർ മാത്രം കാണുക. ജെയിംസിന്റെയും മേരിയുടെയും മകളാണ് ജെസിക്ക മാസ്. ജെസിക്കയ്ക്ക് 2 സഹോദരങ്ങളുണ്ട്. 2 വയസ്സുകാരനായ നഥാനിയേൽ, 1.5 വയസ്സുകാരനായ ജസ്റ്റിൻ. ഇവരോടൊപ്പമാണ് മിസൗറിയിലെ ഒരു ചെറിയ പട്ടണത്തിൽ ജെസിക്ക താമസിച്ചത്. ഇവരുടെ കുടുംബം അനാബാപ്റ്റിസ്റ്റ് എന്ന കഠിനമായ ഒരു മത സമൂഹത്തിന്റെ ഭാഗമായിരുന്നു. ആ ഒരു മതത്തിൽ അവർക്ക് അളവറ്റ വിശ്വാസമുണ്ടായിരുന്നു. ഇവരുടെ വീട് കാടുകൾക്കിടയിലായിരുന്നു. അയൽക്കാരും ഏറെ അകലെയായിരുന്നു. 2020 പാൻഡമിക് നിയന്ത്രണങ്ങളും ക്രിസ്മസ് അവധിക്കാലവും ചേർന്ന് ആ കാടിനകത്തെ വീടിനെ ലോകത്തിൽ നിന്നും മറച്ചു പിടിച്ചു. അതുകൊണ്ടാകാം ഈ ഭീകരമായ സംഭവങ്ങൾ ആർക്കും അറിയാതെ നടക്കാൻ സാധിച്ചത്. ഡിസംബർ 20 പുലർച്ചെ 1 മണിയോടെ ജെയിംസ് മാസ് 911 എന്ന നമ്പറിലേക്ക് വിളിച്ചു. അവന്റെ ശബ്ദം അത്രയും ശാന്തമായിരുന്നു. എൻ്റെ മകൾ മരിച്ചു. ഈ ഒരു വാക്ക് മാത്രമായിരുന്നു പോലീസിനോട് അവൻ പറഞ്ഞത്. പോലീസ് സംഭവ സ്ഥലത്തെത്തിയപ്പോൾ അവർ കണ്ടത് അവരുടെ കരിയറിലെ ഏറ്റവും ഭീകരമായ ഒരു കാഴ്ചയായിരുന്നു. 28 വയസ്സുകാരനായ ജെയിംസ് അവന്റെ വീടിന്റെ ലിവിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്നു. മുഖത്ത് യാതൊരു വികാരവുമില്ലാതെ തണുത്തൊരു പ്രകടനം. പോലീസ് അവനോട് മകളെ പറ്റി ചോദിച്ചപ്പോൾ അവൻ ചുരുക്കത്തിൽ മറുപടി പറഞ്ഞു, അവൾ മുകളിൽ. പോലീസുകാർ മുകളിലെത്തി കുട്ടിയുടെ മുറിയിൽ കയറുമ്പോൾ കണ്ടത് പിങ്ക് ബ്ലാങ്കറ്റിനടിയിൽ കിടന്നിരുന്ന ചെറിയൊരു മൃതശരീരമായിരുന്നു. ജെസിക്ക മാസ്. തണുത്തുറച്ച ശരീരം, മരണഭീതിയിൽ വിറച്ച അവളുടെ കണ്ണുകൾ ഇപ്പോഴും തുറന്ന നിലയിലായിരുന്നു. പോലീസുകാർ ആ ബ്ലാങ്കറ്റ് മാറ്റി നോക്കിയപ്പോൾ അവർ കണ്ടത് അത്യന്തം ഭീകരമായ കാഴ്ചയായിരുന്നു. ജെസിക്കയുടെ ആ നഗ്ന ശരീരം മുഴുവനും ചതപ്പുകളാലും പൊള്ളലുകളാലും ബെൽറ്റിന്റെ അടയാളങ്ങളാലും മൂടിയിരുന്നു. ഒരു നിരപരാധിയായ ചെറിയ കുട്ടിയെ ഇത്രയും പീഡിപ്പിക്കാൻ ഒരാൾക്ക് എങ്ങനെ കഴിയുമെന്ന് അവർക്ക് വിശ്വസിക്കാനായില്ല. പോലീസ് അന്വേഷണം ഉടൻ തന്നെ ആരംഭിച്ചു. അന്വേഷണത്തിൽ ജെയിംസ്
ഭീകരമായ ചില വിവരങ്ങൾ വെളിപ്പെടുത്തി. അവൻ പറഞ്ഞത് ഡിസംബർ 19 റോഡിന് എതിർവശത്ത് താമസിച്ചിരുന്നവരും അതേ പള്ളിയിൽ പങ്കെടുക്കുന്നവരുമായ, അതായത് ഇവരുടെ ഒരേ മതസമൂഹത്തിൽപ്പെട്ട 2 അയൽക്കാർ ഇവരുടെ വീട്ടിലേക്ക് വന്നിരുന്നു. കുട്ടികൾക്കുള്ളിലേക്ക് ഭൂതം കയറിയിട്ടുണ്ട്, ഭൂതത്തെ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞ് കുട്ടികളെ അടിക്കാൻ തുടങ്ങി. അവരെ ക്രൂരമായി മർദ്ദിച്ചു. അതിന്റെ ഫലമായി ജെസ്സിക്ക മരിച്ചു എന്ന്. പോലീസിന് ഇത് കേട്ടപ്പോൾ വിശ്വസിക്കാനേ സാധിച്ചില്ല. പോലീസ് മറ്റൊരു മുറിയിലേക്ക് പോയി. അവിടെ 29 വയസ്സുള്ള അമ്മയായ മേരി 11 മാസം തന്റെ ഏറ്റവും അവസാനത്തെ മകനെ കയ്യിൽ പിടിച്ചുകൊണ്ട് കട്ടിലിൽ ഇരിക്കുന്നത് കണ്ടു. വീർത്ത മുറിവുകളാൽ അവളുടെ മുഖവും വികൃതമായിരുന്നു. ജസ്റ്റിന് പരുക്കൊന്നുമേൽക്കാതെ രക്ഷപ്പെട്ടു. എന്നാൽ മറ്റൊരു മുറിയിലായിരുന്ന 2 വയസ്സുകാരനായ നഥാനിയൽ, അവനും ക്രൂരമായ മർദ്ദനമേറ്റിരുന്നു. പോലീസ് ഉടൻ തന്നെ മേരിയെയും നഥാനിയലിനെയും തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് എത്തിച്ചു. ചെറിയ കുഞ്ഞിനെ ശിശുസേവന സംഘം കൊണ്ടുപോയി. സത്യത്തിൽ അന്നത്തെ ദിവസം സംഭവിച്ചത്, അതായത് രാവിലെ 8 മണിയോടുകൂടി സംഭവിച്ചത്, ജെയിംസുമായും മേരി മാസ്റ്ററുമായും ഈതൻ മാസ്റ്റർ എന്നയാൾ തന്റെ ഭാര്യയായ 21 വയസ്സുള്ള കോർട്നി ആൽമണ്ടിനോടൊപ്പം മാസ് കുടുംബത്തിന്റെ വീട്ടിലേക്ക് എത്തി. കുട്ടികളിൽ നിന്നും ഭൂതങ്ങളെ പുറത്താക്കണമെന്ന പേരിലായിരുന്നു അവർ വന്നത്. പക്ഷേ ആ ഭൂതപ്രാന്ത നീക്കം ഒരു ക്രൂരമായ പീഡനമായി മാറി. അവരാദ്യം 2 വയസ്സുകാരനായ നഥാനിയലിനെ അടിച്ചു തുടങ്ങുകയും തുടർന്ന് വൈകുന്നേരം കുടുംബനാഥൻ പലപ്പോഴും ദൂരെയായതിനാൽ വീട്ടിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. അനാവശ്യ അതിഥികളുടെ വരവ് ഈ ക്യാമറകളിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അകത്തേക്ക് വന്ന അയൽക്കാർ അടുക്കളയിലേക്ക് പ്രവേശിച്ചു. കോർട്നി അവരുടെ മൊബൈൽ ഫോൺ എടുക്കുകയും സുരക്ഷാ ക്യാമറകൾ ഓഫാക്കുകയും ചെയ്തു. അയൽക്കാർക്ക് പാസ്വേഡ് അറിയാമായിരുന്നു. ആദ്യം അയൽക്കാർ 2 വയസ്സുള്ള നഥാനിയലിനെ ശിക്ഷിക്കാൻ തുടങ്ങി. അവനെ തറയിൽ നിശ്ചലമായി കിടക്കാനും ബെൽറ്റിൽ നിന്നുള്ള പ്രഹരങ്ങൾ സ്വീകരിക്കാനും നിർബന്ധിച്ചു. അതിനുശേഷം അവർ പോയി. എന്നാൽ വീണ്ടും വൈകുന്നേരം 5 മണിയോടുകൂടി തിരിച്ചെത്തി. ആ സമയത്ത് കുടുംബനാഥൻ ആ വീട്ടിലുണ്ടായിരുന്നു. വന്ന ഇവർ ഉടൻ തന്നെ ജെസ്സിക്കയെ അടിക്കാൻ തുടങ്ങി. മൂത്ത മകൾ, പാവം ജെസ്സിക്ക, 4 വയസ്സുകാരി, ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. മാതാപിതാക്കളുടെ സഹായം അവൾ അഭ്യർത്ഥിച്ചു. പക്ഷേ അവർ അവളുടെ കഷ്ടപ്പാടുകൾ നിഷ്കരണം നോക്കി നിന്നു. ഇതിനിടയിൽ അച്ഛനായ ജെയിംസ് ചെയ്തത്, ഈ പീഡിപ്പിക്കുന്നവർക്ക് തന്റെ കിടപ്പുമുറിയിൽ നിന്നും ഒരു ബെൽറ്റ് എടുത്തുകൊണ്ടുവന്ന് കൊടുത്തു. താൻ ശിക്ഷിക്കപ്പെടാതിരിക്കാനും നരകത്തിലേക്ക് പോകാതിരിക്കാനും വേണ്ടിയാണ് താൻ ഇങ്ങനെ ചെയ്തത് എന്ന് ജെയിംസ് പിന്നീട് വിശദീകരിച്ചു. പിശാച് ജെസ്സിക്കയെ ബാധിച്ചിട്ടുണ്ടെന്നും അടിച്ചു മാത്രമേ അതിനെ പുറത്താക്കാൻ കഴിയൂ എന്നും ഈ സാഡിസ്റ്റുകൾ പറയാൻ തുടങ്ങി. അവരെ അടിക്കുമ്പോഴൊക്കെ മനസ്സിൽ ചിന്തിച്ചത്, അവർ ചെറിയ കുട്ടികളെ ഒന്നും അല്ല അടിക്കുന്നത്, പിശാചുക്കളെയാണ് അടിക്കുന്നത് എന്ന്. മേരി ഇതിനെക്കുറിച്ച് പറഞ്ഞത്, സത്യത്തിൽ ഞങ്ങൾ ഭയന്നു പോയിരുന്നു. ഇടപെട്ടാൽ അവർ ഞങ്ങളെയും അടിക്കുമായിരുന്നു, വെടിവെച്ചേനെ, അവർ ഞങ്ങളെ എന്തെങ്കിലും ചെയ്യുമായിരുന്നു, ഞങ്ങളും പിന്നെ നരകത്തിൽ പോകും. അതുകൊണ്ട് ഞങ്ങൾ ഭയന്നു പോയി, ഞങ്ങളെ അവർ ഭീഷണിപ്പെടുത്തിയെന്ന്. അവസാനം മേരിയെയും ജെയിംസിനെയും ഈ വന്ന അയൽക്കാർ അടിച്ചു. മാതാപിതാക്കളെ മകളോടൊപ്പം അന്യ വസ്തുക്കൾ ഉപയോഗിച്ചു അശ്ലീല പ്രവർത്തികൾ ചെയ്യാൻ നിർബന്ധിച്ചു. ഈ പീഡനത്തിന് ശേഷം മേരി ജെസ്സിക്കയെ വീടിനടുത്തുള്ള കുളത്തിലേക്ക് കൊണ്ടുപോയി. വസ്ത്രം അഴിച്ചുമാറ്റി ആ മഞ്ഞു മൂടി തണുത്തുറച്ച വെള്ളത്തിൽ ആ ചെറിയ കുഞ്ഞിനെ മുക്കി. എന്നിട്ട് അവളെ കരയിൽ കിടത്തി. എന്നിട്ട് ഈ കോർട്നി അമ്മയായ മേരിയെയും പലതവണ തണുത്ത വെള്ളത്തിൽ മുങ്ങാനായി നിർബന്ധിച്ചു. ഇത് ഭൂതങ്ങളിൽ നിന്നുള്ള ഒരു ശുദ്ധീകരണ ചടങ്ങാണെന്നാണ് പറഞ്ഞത്. പിന്നീട് ജെസ്സിക്കയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴും അവസാനിച്ചില്ല. വീണ്ടും ബെൽറ്റ് കൊണ്ട് ആ ചെറിയ കുഞ്ഞിനെ ചാട്ടവാറടിച്ചു. അവൾ കരഞ്ഞില്ല, അപേക്ഷിച്ചില്ല. കാരണം അതൊന്നും ഫലപ്രദമല്ല എന്ന ചെറിയ കുഞ്ഞിന് അറിയാമായിരുന്നു. അവസാനം ഈ പീഡകർ തന്നെ ക്ഷീണിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കുക, പീഡകർ തന്നെ അടിച്ചടിച്ച് ക്ഷീണിച്ചു എന്നുണ്ടെങ്കിൽ അടി ഏറ്റുവാങ്ങിയ കുഞ്ഞിന്റെ അവസ്ഥ അസഹനീയം. അടിച്ചടിച്ച് ക്ഷീണിച്ച ഈ അയൽവാസികൾ പിന്നീട് പറഞ്ഞത്, കുട്ടിയെ എടുത്തുകൊണ്ട് പോകാൻ. ജെയിംസ് ജെസ്സിക്കയെ എടുത്ത് മുകളിലത്തെ മുറിയിൽ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി. എന്നാൽ അപ്പോഴും അവളെ വസ്ത്രം ധരിപ്പിക്കുകയോ പുതപ്പ് മൂടുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ മണിക്കൂറുകൾ കടന്നുപോയി. വൈകുന്നേരം ഒരു 7:30 മേരി തന്റെ മകളെ പരിപാലിക്കാനായി അയൽക്കാരോട് അനുവാദം ചോദിച്ചു. പക്ഷെ അവർ അപ്പോഴും വിസമ്മതിച്ചു. പിന്നീട് മാതാപിതാക്കൾ എങ്ങനെയൊക്കെയോ ധൈര്യം കാണിച്ചു മകളുടെ അടുത്തേക്ക് പോയി. ഒരു പിങ്ക് ബ്ലാങ്കറ്റ് എടുത്ത് അവൾക്ക് മുകളിലായി മൂടി. പക്ഷേ സമയം ഏറെ വൈകിയിരുന്നു. ജെസ്സിക്കയുടെ ചെറിയ ഹൃദയം നിശബ്ദമായി തന്നെ നിലച്ചിരുന്നു. ജെസ്സിക്കയുടെ മരണസമയം കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസുകാർ വന്ന് ജെയിംസിനോട് ചോദിച്ചത്, നിനക്ക് നേരത്തെ വിളിക്കാമായിരുന്നില്ലേ?
ഒന്ന് നേരത്തെ വിളിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നില്ലേ എന്ന്. ജെയിംസ് ഇതിന് നൽകിയ മറുപടി എന്താണെന്ന് അറിയണ്ടേ? എനിക്കവൾ മരിച്ചുവെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് എന്ന്. പക്ഷേ യാഥാർത്ഥ്യം, മാതാപിതാക്കൾക്ക് നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവർ സഹായം തേടിയില്ല, അവരൊന്നും തന്നെ ചെയ്തില്ല. വീണ്ടും ജെയിംസ് പോലീസിനോട് പറഞ്ഞത്, ഈതനും കോട്നിയും മേരിയെ നിർബന്ധിച്ചു. സ്വന്തം മകനായ നഥാനിയലിനെ അടിക്കാൻ പോലും അവർ മേരിയോട് പറഞ്ഞു. അത് വീഡിയോയിൽ പകർത്തിയിട്ടുമുണ്ട്. അത് കാണിച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുമെന്നും അവർ പറഞ്ഞു. ഈ മേരി പിന്നീട് പോലീസുകാരോട് സമ്മതിച്ചു. 2 ആഴ്ചയായി ബെൽറ്റും ചുറ്റുകയും കൊണ്ട് കുഞ്ഞുങ്ങളെ നിരന്തരം അടിക്കാറുണ്ടായിരുന്നു. താനും അവരുടെ അടിയേറ്റിട്ടുണ്ടെന്നും പറഞ്ഞു. അവളുടെ പിൻഭാഗം മുഴുവനും നീല കറുത്ത മുറിവുകൾ കൊണ്ട് മൂടിയിരുന്നു. ഇത് പോലീസും രേഖപ്പെടുത്തി. പോലീസിന് ഈ സംഭവങ്ങൾ വളരെ വിചിത്രമായാണ് തോന്നിയത്. അവർക്ക് തങ്ങളുടെ മുൻപിൽ നടക്കുന്ന കാര്യങ്ങൾ, ഈ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ, തങ്ങൾ കൺമുൻപിൽ കണ്ട കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ ഒരല്പം പ്രയാസമായിരുന്നു. പോലീസ് ഉടൻ തന്നെ ഈ സംശയിക്കപ്പെടുന്നവരെ അറസ്റ്റ് ചെയ്യാൻ ഈ തെരുവിന് എതിർവശത്തുള്ള വീട് സന്ദർശിച്ചപ്പോൾ പുതിയ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു ലഭിച്ചത്. ഈ ഏതന്റെ പിതാവ് ഒരു പ്രസംഗകനായിരുന്നു. കോട്നി പെൻസിൽവേനിയയിൽ നിന്നും ഇവിടേക്ക് താമസിക്കാൻ വന്നതായിരുന്നു. 3 വർഷമായിട്ടുള്ള അവൾ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ട്. പക്ഷേ ഇവിടെ ആർക്കും അറിയാത്തൊരു ഭൂതകാലം കോട്നിക്കുണ്ടായിരുന്നു. അവൾ ഇതിനു മുൻപ് ഒരു 3 വർഷത്തോളം മാനസികാരോഗ്യ ക്ലിനിക്കിൽ ചിലവഴിച്ചിരുന്നു. പക്ഷെ അവൾക്ക് ക്രിമിനൽ റെക്കോർഡ്സ് ഒന്നും ഇല്ല. താമസം മാറിയതിനു ശേഷം അവൾ ഇവിടെയുള്ള അനാബാപ്റ്റിക്സ് പള്ളിയിൽ ചേർന്നു. മരിച്ച ജെസ്സികയുടെ പിതാവായ ജെയിംസിനെയാണ് കോട്നിയുടെ ആത്മീയ ഉപദേഷ്ടാവായി ആ സഭാ സമൂഹം ഉപദേശിച്ചത്. പക്ഷെ ഈയൊരു മതസൗഹൃദത്തിനിടയിൽ ഇവർക്കൊരു പ്രണയം വളർന്നു വന്നു. താമസിയാതെ അവൻ തന്റെ ഭാര്യയും മക്കളും താമസിച്ചിരുന്ന അതേ വീട്ടിലേക്ക് ജെയിംസ് കോട്നിയെ കൊണ്ടുവന്നു. അയാൾ 2 സ്ത്രീകളുമായും ഒരു വീട്ടിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. മേരി ഈ അപമാനം അംഗീകരിക്കുകയും സഹിക്കാനും നിർബന്ധിതയായി. കാരണം അവരുടെ മതപരമായ വിശ്വാസം അനുസരിച്ച് ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. താമസിയാതെ മേരി വീണ്ടും ഗർഭിണിയായി. പക്ഷേ പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ ആ ഗർഭസ്ഥ അവസ്ഥയിൽ പോലും ഭാര്യയുടെ സമാധാനത്തെക്കുറിച്ചോ അവളുടെ ആരോഗ്യത്തെക്കുറിച്ചോ ഏതൊരു രീതിയിലും ആശങ്കപ്പെടാതെ ജെയിംസും കോട്നിയും 2 ആഴ്ചത്തേക്ക് ഒരു വേനൽക്കാല വസതിയിലേക്ക് താമസം മാറി. അവരെവിടെയാണെന്ന് മേരിയോട് പോലും പറഞ്ഞില്ല. കുഞ്ഞ് ജനിച്ചതിന് ശേഷം ജെയിംസ് കോട്നിയുമായി വീണ്ടും അതേ വീട്ടിലേക്ക് തന്നെ വന്നു. പക്ഷെ അപ്പോൾ മേരിക്ക് കോട്നിയെ സ്വീകരിക്കാൻ താല്പര്യമില്ലായിരുന്നു. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാനായി ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ജെയിംസ് അവളെ പോകാൻ ആവശ്യപ്പെട്ടു. നവംബർ മാസം 1-നാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പിന്നീട് കോട്നിക്ക് മുൻ കാമുകനോടും കാമുകന്റെ ഭാര്യയോടും ഒരു ദേഷ്യവും വെറുപ്പും ഉണ്ടായി. പിന്നീട് കോട്നി ഈ ഏതൻ മാസ്റ്ററുമായി താമസിക്കാൻ തുടങ്ങി. വിവാഹത്തിന് മുൻപ് തന്നെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അവിടെയും അവസാനിച്ചില്ല. പിന്നെയും ഒരേ സമയം ഈ കോട്നി ഏതനുമായും ജെയിംസുമായും ബന്ധം പുലർത്തിയിരുന്നു. ചിന്തിച്ചു നോക്കുക, മതപരമായി അടിയുറച്ച് വിശ്വസിക്കുന്ന ഏതാനും ചിലർ ചെയ്യുന്ന പ്രവർത്തികളാണിവയെല്ലാം. അങ്ങനെ ഡിസംബർ മാസം 20-ന് ഏതൻ മാസ്റ്റിനെതിരെയും കോട്നി ആൽമണ്ടിനെതിരെയും 2nd ഡിഗ്രി കൊലപാതകം, 3 ഫസ്റ്റ് ഡിഗ്രി ആക്രമണം, ലൈംഗിക പീഡനം എന്നീ കുറ്റങ്ങൾ ചുമത്തി. കുറച്ചു സമയത്തിന് ശേഷം ഏതനെതിരെ ഫസ്റ്റ് ഡിഗ്രി കൊലപാതകവും ചുമത്തി. 2020 ഡിസംബർ മാസം 24-ന് ജെസ്സിക്കയുടെ മാതാപിതാക്കളെയും കസ്റ്റഡിയിലെടുത്തു. കുട്ടിയുടെ ക്ഷേമം അപകടത്തിലാക്കിയതിനും ഗാർഹിക പീഡനത്തിനും കേസെടുത്തു. പിന്നീട് അക്രമം, കൊലപാതകം എന്നീ അധിക കുറ്റങ്ങളും ചേർത്തു. മകളുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോലും അവരെ അനുവദിച്ചില്ല. 2021 ജനുവരി മാസം 5 ആദ്യ കോടതി വിചാരണ ദിവസമായിരുന്നു അത് നിരവധി ഞെട്ടിക്കുന്ന സംഭവങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി. കോടതിയിൽ 3 പ്രതികൾ ഹാജരായി. ഈതൻ മാസ്റ്റിന് അഭിഭാഷകനെ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് അയാൾ കോടതിയിൽ ഹാജരായില്ല. കോട്നിയെ അവളുടെ മാതാപിതാക്കൾ 3 അഭിഭാഷകരോടൊപ്പം കോടതിയിലേക്ക് എത്തിച്ചു. അവളുടെ മാതാപിതാക്കൾ കോടതിക്ക് പുറത്തു നിന്ന മാധ്യമങ്ങളോട് പറഞ്ഞത്, കോട്നി 20-21 വയസ്സുകാരി മാത്രമാണ്, ഒരിക്കലും ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടിട്ടേയില്ല, അവൾ നല്ലൊരു കുടുംബത്തിലെ പെൺകുട്ടിയാണ്. പക്ഷെ ഇപ്പോൾ അവൾ വലിയൊരു കേസിന് നടുവിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവൾ ഒരു തെറ്റും ചെയ്തില്ല. സത്യത്തിൽ കോട്നിയുടെ മാതാപിതാക്കളും അവൾക്ക് വേണ്ടി വാദിക്കാൻ വന്ന വക്കീലും അവളെ നല്ല പെൺകുട്ടി എന്നാണ് വിളിച്ച് പ്രതിരോധിച്ചത്. Courtney Allman facing several felonies, including 2nd-degree murder. Courtney is 21 years of age. She's never been in any criminal trouble. She comes from a good family, and she finds herself in the middle of a major case here in Benton County. Allman was joined by her 3 attorneys. And so over the next several weeks, as we look at the investigation and talk with her, we'll be addressing those issues in court. അതേസമയം ജെസ്സിക്കയുടെ അമ്മ മേരി മാസ് കോടതിയിൽ അസാധാരണമായി പെരുമാറി. എല്ലാവരോടും ചിരിച്ചും സന്തോഷത്തോടു കൂടിയും സംസാരിച്ചു. സ്വന്തം മകളുടെ കൊലപാതക കേസിൽ
താനാണ് പ്രതി എന്ന് അറിയാതെ എന്ന പോലെ. പക്ഷേ ഈയൊരു കൊലപാതകം ആ സമൂഹത്തിൽ മുഴുവനും പടർന്നപ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്ന് വലിയൊരു പ്രതിഷേധം ഉയർന്നു വന്നു. ബെന്റൺ കൗണ്ടി സമൂഹം ഈ ദുരന്തത്തിന് ശക്തമായി പ്രതികരിച്ചു. ജെസിക്കയുടെ ഓർമ്മയിൽ 2 ദീപശ്രദ്ധാഞ്ജലി ചടങ്ങുകൾ നടന്നു. ഒന്ന് 2020 ഡിസംബർ അവസാനം, മറ്റൊന്ന് 2021 ജനുവരി 5 കോടതിക്ക് പുറത്ത്. എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ പ്രതീക്ഷയിലായിരുന്നു. നീതിയും ശിക്ഷയും ഉറപ്പുവരുത്തണം. കൂടാതെ 2400-ൽ കൂടുതൽ പേരുടെ ഒപ്പുകളോടുകൂടിയ ഒരു പെറ്റീഷനും സമർപ്പിച്ചു. കേസിനായി പ്രത്യേക പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. കാരണം ആളുകൾക്ക് തോന്നിയിരുന്നത് ഈ ചുമത്തിയ കുറ്റങ്ങളൊന്നും പോരാ എന്നായിരുന്നു. പക്ഷെ മേരിയും ജെയിംസും ഇപ്പോഴും കുറ്റം സമ്മതിച്ചിട്ടില്ല. GPS ബ്രേസ്ലെറ്റുകൾ ധരിക്കണമെന്ന വ്യവസ്ഥയോടുകൂടി അവരെ $500 മില്യൺ ജാമ്യത്തിൽ വിട്ടയച്ചു. അവർക്ക് ഇനിയും ബാക്കി 2 മക്കളുണ്ട്. ഇവരെ ദത്തെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് ഒരു കുടുംബം വന്നിരുന്നു. ആദ്യം അവരുടെ കൂടെ അയച്ചു. പക്ഷെ പിന്നീട് അവരുടെ സ്വന്തം മുത്തച്ഛന്റെ കയ്യിലേക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തു. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ കാണാനേ പാടില്ല എന്ന് കോടതി ഉത്തരവിട്ടു. കേസ് വീണ്ടും മാസങ്ങളോളം നടന്നു. 2022 ഫെബ്രുവരി മാസം 22-ന് ഈഥൻ മാസ്റ്റ് കുറ്റസമ്മതം നടത്തി. അതും തനിക്ക് കുറഞ്ഞ ശിക്ഷ ലഭിക്കുവാൻ വേണ്ടി മാത്രം. അങ്ങനെ ഫസ്റ്റ് ഡിഗ്രി കൊലപാതകത്തിൽ നിന്നും സെക്കൻഡ് ഡിഗ്രി കൊലപാതകമാക്കി കുറച്ചു. ഇതനുസരിച്ച് അവന് പരമാവധി 30 വർഷം തടവും 10 വർഷം കഴിഞ്ഞ് പരോൾ പരിഗണനയ്ക്കുള്ള സാധ്യതയുമുണ്ട്. അവനെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത് കോട്നിയായിരുന്നു മുഴുവൻ ദുരന്തത്തിന്റെയും മാസ്റ്റർ ബ്രെയിൻ. അവൾ തന്നെയാണ് മറ്റെല്ലാവരെയും നിയന്ത്രിച്ചിരുന്നത്. നിർദ്ദേശങ്ങൾ നൽകിയതും അവൾ തന്നെയാണെന്ന് അവൻ അവകാശപ്പെട്ടു. അടുത്ത 2023 ജനുവരി മാസം 4-ന് മേരി മാസ് ഒരു കുറ്റസമ്മതം മൊഴി നൽകി. ബാക്കിയുള്ള 2 പേർക്കെതിരെ അവൾ മൊഴി നൽകിയത് കൊണ്ട് തന്നെ ഇവളുടെ പേരിലുണ്ടായിരുന്ന ഒരു 7 കുറ്റം ഒഴിവാക്കാമെന്ന് പ്രോസിക്യൂട്ടർ സമ്മതിച്ചു. 5 വർഷം ജയിലിൽ കഴിയാൻ ജഡ്ജിയോട് പ്രോസിക്യൂട്ടർമാർ ശുപാർശ ചെയ്തു. ഈ ഒരു കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്തിമ കോടതി തീരുമാനം പിന്നീട് പ്രഖ്യാപിക്കും. കോട്നിയുടെ വിധിയും ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. കോടതിയിൽ അഭിഭാഷകർ കോട്നിയെ കുറ്റവിമുക്തയാക്കാൻ സജീവമായി ശ്രമിക്കുമ്പോൾ മറ്റ് പ്രതികളൊക്കെ പരമാവധി ഇതിന്റെ ഉത്തരവാദിത്വം അവളിലേക്ക് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറ്റത്തിന്റെ മുഴുവൻ ഭാരവും അവളിന്മേൽ ചുമത്താൻ ശ്രമിക്കുന്നു. അവളാണ് എല്ലാം ആസൂത്രണം ചെയ്തതെന്നും നിയന്ത്രിച്ചതെന്നും നടപ്പിലാക്കിയതെന്നും അവർ അവകാശപ്പെടുന്നു. സത്യത്തിൽ കോട്നി 20-21 വയസ്സ് പ്രായമുള്ള ഒരു പാവം പെൺകുട്ടി. അവളുടെ അമ്മ പറയുന്ന അനുസരിച്ച് അവൾ ചെയ്ത പ്രവൃത്തികൾ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അവൾ തന്നെയാണ് ഈതനെ പ്രേരിപ്പിച്ചത്. അയൽവാസികളുടെ വീട്ടിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന നിരപരാധികളായ കുട്ടികളെയും ഭയന്നിരുന്ന മാതാപിതാക്കളെയും പീഡിപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. കോട്നിയുടെയും ഈതന്റെയും മനസ്സിലുണ്ടായിരുന്ന ഒരു വിചാരം അവരെ ആരും ശിക്ഷിക്കില്ല എന്ന ഒരു ആത്മവിശ്വാസമായിരുന്നു. അവർക്ക് ആ കുടുംബത്തിന്റെ ജീവിതം നിയന്ത്രിക്കുന്നതിൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കോട്നി. കാമുകൻ അവളെ വഞ്ചിച്ചു, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു, ഭാര്യ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു. ആ ഒരു പകയുടെ പേരിൽ മാത്രം കുഞ്ഞുങ്ങളെയാണ് അവൾ ബലിയാടാക്കിയത്. കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസിനെ കുറിച്ച് പറഞ്ഞത്, ഞങ്ങളുടെ മുഴുവൻ പോലീസ് സംഘവും കണ്ണീരോടെയാണ് ആ വീട് വിട്ടത്. അനേകം ക്രൈം കേസുകൾ ഹാൻഡിൽ ചെയ്ത് ക്രൈം സീൻസ് ഒക്കെ കണ്ട് അത്രയധികം പരിചയസമ്പന്നരായ പോലീസുകാരെ പോലും ഈ ഒരു കാഴ്ച തകർത്ത് കളഞ്ഞു. ഹൃദയം നുറുങ്ങുന്ന വേദനയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. ആ ചെറിയ കുഞ്ഞ് ക്രൂരമായി കൊല്ലപ്പെട്ടപ്പോൾ അവളുടെ അച്ഛൻ അതിനെ നേരിട്ടത് ഭയാനകമായ ശാന്തതയോടും നിരാസത്തോടെയുമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ജെസ്സിക്കയുടെ മരണകാരണം ഹൈപ്പോതെർമിയ ആയിരുന്നു. അതായത് ഈ ജെസ്സിക്കയെ രക്ഷിക്കാനോ ഈ പീഡകർ പോയതിനു ശേഷം അവളുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കാനോ അപ്പോഴും അവസരമുണ്ടായിരുന്നു. അപ്പോഴും മാതാപിതാക്കൾ ചെയ്തില്ല. അച്ഛനായ ജെയിംസ് നഗ്നയായ മകളെ അവളുടെ മുറിയിലുള്ള കട്ടിൽ കിടത്തിയിട്ട് പോയി. വസ്ത്രം ധരിപ്പിക്കുകയോ ഷീറ്റ് മൂടിക്കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. ജെസ്സിക്കയുടെ ജീവിതത്തിന്റെ അവസാന ചില മണിക്കൂറുകളായിരുന്നു അത്. പക്ഷേ അവളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഉണ്ടായിരുന്ന ആ വീട്ടിൽ ജെസ്സിക്ക എന്ന ചെറിയ പെൺകുട്ടി പൂർണ്ണമായും ഒറ്റയ്ക്കായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പിതാവോ അല്ലെങ്കിൽ മാതാവോ മകളെ നോക്കാൻ തീരുമാനിച്ചു. കട്ടിലിന് സമീപം തറയിൽ ജീവിതത്തിന്റെ ഒരടയാളവും ഇല്ലാതെ അവൾ മരിച്ചു കിടക്കുന്നതായിരുന്നു കണ്ടെത്തിയത്. തുടർന്ന് അദ്ദേഹം വളരെ ശാന്തമായി, വളരെ കൂളായി, അതിനെ എങ്ങനെ വിവരിക്കണമെന്നേ മനസ്സിലാകുന്നില്ല. അങ്ങനെയായിരുന്നു പോലീസിനെ വിളിച്ച് എൻ്റെ മകൾ മരിച്ചു, ഒരു ഇമോഷൻസും ഇല്ലാതെ അദ്ദേഹം അത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരുപക്ഷെ അദ്ദേഹം നേരത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ വന്നവർ തന്നെയും ശിക്ഷിക്കുമായിരുന്നു എന്നുള്ളൊരു ഭയമായിരുന്നു. ഏതനും കോട്നിയും ക്യാമറകളിലൂടെ തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്നായിരുന്നു അയാൾ വിശ്വസിച്ചത്. എങ്ങനെയാണ് ഇത് അംഗീകരിക്കാൻ സാധിക്കുക? ഒരുപക്ഷെ നേരത്തെ അയാൾ വിളിച്ചിരുന്നുവെന്നുണ്ടെങ്കിൽ ജെസ്സിക്കയെ രക്ഷിക്കാമായിരുന്നു. ജെസ്സിക്കയുടെ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് സ്വന്തം നിയമങ്ങളും ഉത്തരവാദിത്വങ്ങളും തിരിച്ചുവരാൻ കഴിഞ്ഞിട്ടേ ഇല്ല. അവളുടെ ലോകം അവളുടെ കുടുംബമായിരുന്നു. അവൾ
അത്രയധികം മാതാപിതാക്കളെ വിശ്വസിച്ചു. അവരിൽ നിന്നും മാത്രമേ അവൾ സംരക്ഷണവും പരിചരണവും പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. പീഡകരുടെ കൈകളിൽ നിന്നും കൊച്ചു ജെസ്സിക്കയെ പിഴുതെറിഞ്ഞു. സംരക്ഷണം തേടി അവൾ മാതാപിതാക്കളുടെ അടുത്തേക്ക് ഓടി വന്നു, സഹായത്തിനായി കരഞ്ഞു. പക്ഷേ മാതാപിതാക്കൾ അവളെ പീഡിപ്പിക്കാൻ ഇങ്ങനെ അനുവദിക്കുകയാണ് ചെയ്തത്. അവളുടെ വികൃതമാക്കിയ മൃതദേഹത്തിന് മുന്നിൽ ഒരു മരം പോലെയായിരുന്നു ജെയിംസ് ചെന്ന് നിന്നത്. എന്നിട്ട് തന്റെ അടിയേറ്റ് പിറകു ഭാഗം കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇടപെട്ടാൽ അവരെന്നെയും അടിക്കും, എന്നെയും കൊല്ലും, ഞാൻ നരകത്തിലേക്ക് പോകുമെന്ന്. പക്ഷെ ഏതൊരു പിതാവും തോക്കിന് മുൻപിലാണെങ്കിൽ കൂടിയും തന്റെ കുടുംബത്തെ സംരക്ഷിക്കാനല്ലേ ശ്രമിക്കുകയുള്ളൂ. 2024 നവംബർ മാസം 25 ഈ സംഭവം നടന്ന് 4 വർഷം കഴിഞ്ഞ് ജെസ്സിക്കയുടെ പിതാവ് ജെയിംസ് മാസ് സെക്കൻഡ് ഡിഗ്രി കൊലപാതകത്തിനും ഫസ്റ്റ് ഡിഗ്രി ആക്രമണത്തിനും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. അദ്ദേഹം പൂർണ്ണമായും ഈ കേസിന് സഹകരിച്ചിരുന്നു. അതുകൊണ്ട് അയാളിൽ ഉണ്ടായിരുന്ന മറ്റ് 6 കുറ്റങ്ങളും തള്ളപ്പെട്ടു. ഈ 2 തെറ്റുകൾക്കും 2 ജീവപര്യന്തം ഇത് ഒരേ സമയത്ത് അനുഭവിക്കാൻ കോടതി ശുപാർശ ചെയ്യുന്നു. അടുത്ത് ഈ കോർട്ട്നി ആൽമണ്ടിനെ കുറിച്ച്, അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയണ്ടേ? 2025 ഒക്ടോബർ മാസം, അതായത് ഈ മാസം, അവൾ മിസൗറി സംസ്ഥാനത്തെ മാനസികാരോഗ്യ ആശുപത്രിയിൽ കോടതി ഉത്തരവ് പ്രകാരം ചികിത്സയിലാണ്. അവളുടെ കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറ്റി. 2026 അടുത്ത വർഷം മെയ് മാസം 11 മുതൽ 15 വരെ അവളുടെ വിചാരണ നിശ്ചയിച്ചിരിക്കുകയാണ്. കോർട്ട്നിയുടെ വിചാരണ പൂർത്തിയാകുന്നതുവരെയും മറ്റ് പ്രതികളായ ജെയിംസ്, മേരി, ഈതർ ഇവർക്കും ശിക്ഷ വിധിക്കില്ല. മൂവരും ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. ഈ ഒരു കഥ ഒരു കുടുംബത്തിന്റെ ദുരന്തം മാത്രമല്ല, മനുഷ്യൻ മതത്തിന്റെ പേരിൽ ബോധവും മനുഷ്യത്വവും എത്ര എളുപ്പത്തിൽ നഷ്ടപ്പെടുത്തുന്നുവെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു ഭീകര മുന്നറിയിപ്പാണ്. മാതാപിതാക്കളുടെ കൺമുൻപിൽ മരിച്ച ജെസ്സിക്കയുടെ ഒരു കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസം മനുഷ്യന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ടതാണ്. അത് ക്രൂരതയ്ക്കും അന്ധവിശ്വാസത്തിനും ആയുധമാകരുത്. മനുഷ്യത്വമില്ലാത്ത മതവും സ്നേഹമില്ലാത്ത അനുസരണയും തത്വമില്ലാത്ത ഭക്തിയും എല്ലാം നാശത്തിലേക്കാണ് നയിക്കുന്നത്. ഓരോ കുഞ്ഞിനും സുരക്ഷിതമായ ബാല്യം, സ്നേഹം, സംരക്ഷണം എല്ലാം ലഭിക്കാൻ അവകാശമുണ്ട്. അത് അവരിൽ നിന്നും കവർന്നെടുക്കുന്നവർക്ക് ഏതൊരു ന്യായീകരണവുമില്ല. ഈ സംഭവത്തിൽ നിന്നും സമൂഹത്തോട് പറയാൻ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. കുട്ടികളുടെ നിലവിളി കേൾക്കുക, മൗനം തകർക്കുക, നീതിക്ക് വേണ്ടി നിൽക്കുക. ഈ ഒരു ക്രൂരമായ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെ കുറിച്ച് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.